ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ 6ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ അഥവാ കലാവിദ്യാഭ്യാസത്തിൻ്റെ 2ാമത്തെ യൂണിറ്റായ കലാകേളിയിൽ വരുന്ന പാഠഭാഗമായ പാടിക്കളിക്കാമെന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. പാടിക്കളിക്കാമെന്ന പാഠഭാഗം തുടങ്ങുന്നത് മനോഹരമായൊരു ചിത്രങ്ങളുമായിട്ടാണ്. കുറേ കുട്ടികൾ കളിക്കുന്നു, വട്ടത്തിലിരുന്ന് പാട്ടുപാടി കളിക്കുന്നു, അതുപോലെ തന്നെ ഒളിച്ച് കളി കളിക്കുന്നു. അങ്ങനെ ഒരുപാട് കളികൾ നമ്മൾ ഈ പാഠഭാഗത്തും ഒരുപാട് കളികളെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. ചിത്രം ശ്രദ്ധിക്കൂ. കുട്ടികൾ വിവിധ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ വിനോദങ്ങളിലും കളികളിലും ഏർപ്പെടാറില്ലേ? പാട്ടുകൾ പാടിയാണ് കളിക്കുന്നതെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മൾ പാട്ടുകൾ പാടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നതെങ്കിലൊക്കെ നല്ല രസമായിരിക്കില്ലേ? നമ്മൾ എന്തെല്ലാം പാട്ടുകളൊക്കെ പാടി കളിക്കാറുണ്ട്. വിവിധ കളികളോടൊപ്പം നിങ്ങൾ പാടാറുള്ള പാട്ടുകൾ കണ്ടെത്തി കുറിക്കൂ. പാഠപുസ്തക പ്രവർത്തനമായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് വിവിധ കളികളോടൊപ്പം നിങ്ങൾ പാടാറുള്ള പാട്ടുകൾ കണ്ടെത്തി കുറിക്കൂ എന്നാണ് പറഞ്ഞത്. ഏതാ പാട്ടുകൾ? ഉദാഹരണത്തിന് അങ്ങനെ വിവിധ കളികളോടൊപ്പം പാടാൻ പറ്റിയ പാട്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഒരെണ്ണം നോക്കാം. ഉദാഹരണത്തിന് ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ മാത്രം തിരഞ്ഞെടുക്കണമെങ്കിൽ പാട്ടുപാടി തിരഞ്ഞെടുക്കുന്ന ഒരു കളിയാണത്. ആ കളിയിൽ ആ പാട്ട് ഇങ്ങനെയാണ്: 1 2 3 4 5 6 7 8 9 വീട്ടിൽ കള്ളം കേറി, പഞ്ചസാര കട്ടെടുത്തു, കുട്ടൻ ചേട്ടൻ തോക്കെടുത്തു, ഠോ ഠോ ഠോ. ഓരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് പാട്ടുകളിലും വ്യത്യാസം വരും. ഇപ്പം ഞാൻ പാടിയ പാട്ട് ഞങ്ങളുടെ നാടുകളിലൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് പാടിയ പാട്ടുകളായിരുന്നു അത്. നിങ്ങളുടെ നാടുകളിൽ ഏതാണ് പാട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ പാട്ടാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത്, നാടൻ പാട്ടുകളിൽ വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടി പാടുന്ന ധാരാളം പാട്ടുകളുണ്ട്. കലാമേന്മയുള്ള പല നാടൻ പാട്ടുകളും ഇതിൽപ്പെടുന്നു. അതിലേതാനും ചില പാട്ടുകളെ പരിചയപ്പെടാം. പാഠഭാഗത്ത് നാടൻ പാട്ടുകളിൽ വിനോദങ്ങൾക്കും കളികൾക്കും വേണ്ടി പാടുന്ന ധാരാളം പാട്ടുകളുണ്ട്. കലാമേന്മയുള്ള പല നാടൻ പാട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിലേതാനും ചില പാട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന പാട്ടുകളാണ് താരം കളിപ്പാട്ട്, അരിപ്പോ തിരിപ്പോ കളിപ്പാട്ട്, നുള്ളിക്കളിപ്പാട്ട്, പഴുങ്ങ കളിപ്പാട്ട്. നമുക്ക് നോക്കാം അതൊക്കെ എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ കളിപ്പാട്ടാണ് താരം കളിപ്പാട്ട്. എന്താണ് ഈ താരം കളിപ്പാട്ട്? നോക്കാം നമുക്ക്. കുട്ടികൾക്കുള്ള ഒരു വിനോദമായ ഈ കളിക്ക് 2 കുട്ടികൾ വേണം. ഒരു കുട്ടി ഒരു നാണയമോ ചെറിയ കല്ലോ കയ്യിലെടുത്ത് പൊത്തിപ്പിടിച്ച് പാട്ടുപാടി കുലുക്കി 2 കൈപ്പടവും മടക്കി വേർപെടുത്തി കാണിക്കും. നാണയം അല്ലെങ്കിൽ കല്ല് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു കയ്യിലുണ്ടായിരിക്കും. ഏത് കയ്യിലാണ് നാണയം അല്ലെങ്കിൽ കല്ലുള്ളതെന്ന് അടുത്ത കുട്ടി പറയണം. ഇങ്ങനെ മാറി മാറി കളിക്കാം. കളിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വരികൾ ആവർത്തിച്ച് പാടുക. ആ പാട്ട് ഇങ്ങനെയാണ്: അക്ക പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരോ പീരോ. എന്താണ്? അക്ക പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരോ പീരോ. ഇതാണ് പാട്ട്. ഈ പാട്ട് ഞങ്ങളുടെയൊക്കെ നാടുകളിലുള്ളത് 2 കുട്ടികൾ ഒരു കയ്യിൽ കല്ലോ അല്ലെങ്കിൽ നാണയമോ പിടിക്കും. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടിയോട് ചോദിക്കും ഏത് കയ്യിൽ കൊക്കോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന കുട്ടി പറയണം ഏത് കയ്യിലാണ് നാണയമെന്ന്. ഇത് ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വരും. ചില സ്ഥലങ്ങളിൽ ഏത് കയ്യിൽ കൊക്കോ എന്ന് പറയുന്നതിന് പകരം അക്ക പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരാപീരോ, അങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് താരം കളിപ്പാട്ടെന്ന്? അടുത്തതാണ് അരിപ്പോ തിരിപ്പോ കളിപ്പാട്ട്. അരിപ്പോ തിരിപ്പോ കളിപ്പാട്ട് നമുക്ക് നോക്കാം എന്താണ് അരിപ്പോ തിരിപ്പോ കളിപ്പാട്ടെന്ന്. ആ പാട്ട് ഇങ്ങനെയാണ്: അക്ക പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരോ പീരോ. എന്താണ്? അക്ക പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരോ പീരോ. ഇതാണ് പാട്ട്. ഈ പാട്ട് ഞങ്ങളുടെയൊക്കെ നാടുകളിലുള്ളത് 2 കുട്ടികൾ ഒരു കയ്യിൽ കല്ലോ അല്ലെങ്കിൽ നാണയമോ പിടിക്കും. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടിയോട് ചോദിക്കും ഏത് കയ്യിൽ കൊക്കോ എന്ന് ചോദിക്കുമ്പോൾ
ഓപ്പോസിറ്റ് നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന കുട്ടി പറയണം ഏത് കയ്യിലാണ് നാണയമെന്ന്. ഇത് ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വരും. ചില സ്ഥലങ്ങളിൽ ഏത് കയ്യിൽ കൊക്കോക്കോ എന്ന് പറയുന്നതിന് പകരം അക്കാപ്പുക്ക ചിമ്മൻ കണ്ണി എത്തേ കൈമ താരാപ്പീരോ, അങ്ങനെയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് താരം കളിപ്പാട്ടെന്ന്? അടുത്തതാണ് അരിപ്പോ തിരിപ്പോ കളിപ്പാട്ട്. അരിപ്പോ തിരിപ്പോ കളിപ്പാട്ട് നമുക്ക് നോക്കാം എന്താണ് അരിപ്പോ തിരിപ്പോ കളിപ്പാട്ടെന്ന്. കുട്ടികൾ വട്ടത്തിലിരുന്ന് സംഘം ചേർന്ന് പാട്ടുപാടി കളിക്കുന്ന ഒരു കളിയാണ് അരിപ്പോ തിരിപ്പോ കളി. ഇതിന് തൊട്ടുകളി എന്നും പറയുന്നു. ഒരു കുട്ടിയൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കൈപ്പടം നിലത്തു കമഴ്ത്തി വയ്ക്കണം. കൈ കമഴ്ത്താത്ത കുട്ടി കൈ ചുരുട്ടി പാട്ടിൻ്റെ പദം മുറിച്ച് പാടിക്കൊണ്ട് മറ്റു കുട്ടികളുടെ കൈപ്പടങ്ങളിൽ മെല്ലെ കുത്തും. പാട്ടിൻ്റെ അവസാനത്തെ പദമായ മടക്കാക്കോ എന്നുച്ചരിച്ചുകൊണ്ട് കുത്തുന്നത് ആരുടെ കൈപ്പത്തിയിലാണോ ആ കുട്ടി ഒരു വിരൽ മടക്കണം. ഇപ്രകാരം 10 വിരലുകളും മടക്കേണ്ടി വന്നാൽ ആ കുട്ടിക്ക് എഴുന്നേൽക്കാം. അവസാനമുള്ള കുട്ടി പരാജയപ്പെട്ട് പക്ഷിയാകും. മറ്റുള്ള കുട്ടികളെല്ലാം നിലത്ത് കാലടി മാത്രം പതിയത്തക്ക വിധം അകന്നകന്ന് കുത്തിയിരിക്കണം. വസ്ത്രം പോലും നിലത്ത് മുട്ടരുത്. കുത്തിയിരിക്കുന്നവർ നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ പക്ഷിയായ കുട്ടി വന്ന് തൊടും. അങ്ങനെ സ്പർശനമേൽക്കേണ്ടി വന്നാൽ അവർ പരാജയപ്പെടും. കളിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പാട്ട് ആവർത്തിച്ച് പാടുക. ആ പാട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അരിപ്പോ തിരിപ്പോ തോരണി മംഗലം പരിപ്പും 12 ആനയും കുതിരയും ചളക്കിട്ട് വളക്കിട്ട് 14 വള്ളിക്കെന്തിൻ പൂ മുരിക്കിനരികെ കിടന്നോളെ കൊങ്ങാ എണ്ണ കുടിച്ചോളെ അരക്കെട്ട് വെറ്റില തിന്നോളെ അക്കരെ ഇക്കരെ നിൽക്കും മാടപ്രാവിൻ്റെ കയ്യോ കാലോ ചെത്തി കൊത്തി മടക്കാക്കോ. ഇതാണ് പാട്ട്. ഈ പാട്ട് പാടിയിട്ട് വട്ടത്തിലിരിക്കുന്നതിൽ ഏത് കുട്ടിയുടെ കയ്യിലാണോ കുത്തുന്നത് ആ കുട്ടിയുടെ ഒരു വിരൽ മടക്കി വയ്ക്കും. അങ്ങനെ കളി തുടർന്ന് എല്ലാ 10 വിരലുകളും മടക്കി കഴിഞ്ഞ കുട്ടി ആ കളിയിൽ നിന്ന് പുറത്താവും. അങ്ങനെ ഏറ്റവും അവസാനത്തിൽ വരുന്ന കുട്ടി ആരാണോ അവരാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ കളിക്കുമ്പോൾ പാടുന്ന ആ പാട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് ചില സ്ഥലങ്ങളിൽ ഈ കളിക്ക് വേറൊരു പാട്ട് പാടാറുണ്ട്. ഇതുപോലെ സമാനമായൊരു പാട്ട് വേറൊരു പാട്ടും കൂടിയുണ്ട്, അത് നമുക്ക് നോക്കാം. ആ പാട്ട് ഇങ്ങനെയാണ്. അത്തള പിത്തള തവളാച്ചി ചുക്കുമറിക്കണ പീളാപ്പി മറിയൻ വന്നു വിളക്കൂതി സാറാമാറാ കോട്ട. സാറാമാറാ കോട്ട എന്ന് പറഞ്ഞിട്ട് കൈ മടക്കിയ കുട്ടികളുടെ മേലെ ഒരു കുട്ടി കൈ കുത്തും, കൈപ്പടത്തിന്മേൽ കൈ കുത്തും. അങ്ങനെ കൈ കുത്തുമ്പോൾ ഒരു വിരൽ മടക്കും. നമ്മൾ നേരത്തെ പാടിയ പാട്ടിന് പകരം പാടുന്ന പാട്ടാണിത്. ഏതാണിത്? അത്തള പിത്തള തവളാച്ചി ചുക്കുമറിക്കണ പീളാപ്പി മറിയം വന്നു വിളക്കൂതി സാറാമാറാ കോട്ട. ഇത് ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ട് വ്യത്യാസപ്പെടുത്തി ഓരോരോ പാട്ടുകളായിരിക്കും വരുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞത് ഇത് അരിപ്പോ തിരിപ്പോ കളിപ്പാട്ടെന്നാണ്. നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. അടുത്തതാണ് നുള്ളിക്കളിപ്പാട്ട്. എന്താണ് നുള്ളിക്കളിപ്പാട്ടെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ വട്ടത്തിലിരുന്ന് ഒരു കുട്ടിയുടെ കൈപ്പത്തിയുടെ പുറംഭാഗം മറ്റൊരു കുട്ടിയും ആ കുട്ടിയുടെ കൈപ്പത്തിയുടെ പുറംഭാഗം വേറൊരു കുട്ടിയുമെന്ന കണക്കിൽ മേൽക്കുമേൽ നുള്ളിപ്പിടിച്ച് പാട്ട് താളാത്മകമായി ഉച്ചരിച്ചുകൊണ്ട് വട്ടം കറക്കുന്നു. വട്ടം കറക്കുമ്പോൾ ഇങ്ങനെ പാടുന്നു. എങ്ങനെയാണ്? ചക്കമരോ ചവിണിമരോ ചവിണിയൻ കോരൻ്റോളമരോ ചട്ടീങ്കോലുണ്ടും. എങ്ങനെയാണ്? ചക്കമരോ ചവിണിമരോ ചവിണിയൻ കോരൻ്റോളമരോ ചട്ടീങ്കോലും ഡും. ഇത് ഞങ്ങളുടെയൊക്കെ നാടുകളിൽ പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് വേറൊരു പാട്ടാണ് പാടുന്നത്. ആ പാട്ട് ഇങ്ങനെയാണ്. അതിനായി ഇതുപോലെ കുട്ടികൾ കയ്യിൽ പിടിച്ചിട്ട് കുടു പാപ്പ മറ്റേ പാപ്പൻ്റെ ചെവിയിൽ പിടി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി മറ്റേ കുട്ടിയുടെ ചെവിയിൽ പിടിക്കും. ഇതിങ്ങനെ തുടരും. കുടു പാപ്പ മറ്റേ പാപ്പൻ്റെ ചെവിയിൽ പിടി എന്ന് പറഞ്ഞിട്ട് മറ്റേ കുട്ടിയുടെ ചെവിയിൽ വീണ്ടും പിടിക്കും. അങ്ങനെ എല്ലാവരും തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളുടെ ചെവിയിൽ പിടിച്ചിട്ട് അവസാനം കുടു പാപ്പ മറ്റേ പാപ്പൻ്റെ ചെവിയിൽ പിടി എന്ന് പറഞ്ഞ് കളി തുടരും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കളികളാണ്. അപ്പോൾ നമുക്ക് അടുത്ത കളി ഏതാണെന്ന് പരിചയപ്പെടാം. അടുത്തതാണ്
പഴുങ്ങാ കളിപ്പാട്ട്. എന്താണ് പഴുങ്ങാ കളിപ്പാട്ട്? നമുക്ക് നോക്കാം. പഴുങ്ങാ കളിക്ക് മാണിക്യച്ചെമ്പഴുക്ക എന്നാരംഭിക്കുന്ന പാട്ട് പാടി വരുന്നതിനാൽ മാണിക്യച്ചെമ്പഴുക്ക എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. മനസ്സിലായോ? പഴുങ്ങാ കളിക്ക് മാണിക്യച്ചെമ്പഴുക്ക എന്നാരംഭിക്കുന്ന പാട്ട് പാടി വരുന്നതുകൊണ്ട് ഇതിനെ മാണിക്യച്ചെമ്പഴുക്ക എന്ന പേരിലും ഈ കളി അറിയപ്പെടുന്നു. കളിക്കാർ വൃത്താകൃതിയിലിരിക്കും. അവരുടെ പുറകുവശത്തു കൂടി പഴുക്ക അല്ലെങ്കിൽ അടയ്ക്ക കൈമാറും. കളിക്കളത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കുട്ടി പഴുക്ക ആരുടെ കയ്യിലാണെന്ന് തിരിച്ചറിയണം. കളിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പാട്ട് അവർ ആവർത്തിച്ച് പാടും. ഏതാണ് പാട്ട്? കുട്ടികൾ വട്ടത്തിലിരിക്കും. വട്ടത്തിലിരുന്നിട്ട് ഒരു കുട്ടി നടുക്ക് നിൽക്കും. ചുറ്റും ഇരിക്കുന്ന കുട്ടികൾ അവരുടെ പുറകുവശത്തു കൂടി അടയ്ക്ക മറ്റൊരു കുട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറി പോകും. ഇങ്ങനെ കൈമാറി പോകുമ്പോൾ ഈ പാട്ടും പാടിയിട്ടാണ് ഇത് കൈമാറിപ്പോകുന്നത്. ആ പാട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് നോക്കാം. ഇങ്ങനെ അടക്ക കൈമാറി കൈമാറി പോകുമ്പോൾ നടുവിൽ നിൽക്കുന്ന കുട്ടി കണ്ടുപിടിക്കണം ആരുടെ കയ്യിലാണ് അവസാനം ആ അടക്ക വന്ന് നിന്നിരിക്കുന്നതെന്ന് കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തി കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആ പാട്ട്. ആർക്കയ്യിലേ മാണിക്യച്ചെമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, ആരാൻ്റെ തോട്ടത്തിലേ മാണിക്യച്ചെമ്പഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, തൊട്ടതറിയാതെ മാണിക്യച്ചെമ്പഴുക്ക, ഒന്നു വലത്തു വന്നേ മാണിക്യച്ചെമ്പഴുക്ക, എൻ്റെ വലം കയ്യിലേ മാണിക്യച്ചെമ്പഴുക്ക, രണ്ടു വലത്തു വന്നേ മാണിക്യച്ചെമ്പഴുക്ക. ഇതാണ് പാട്ട്. പഴുങ്ങാക്കളിയുടെ പാട്ട്. പഴുങ്ങാക്കളിപ്പാട്ടിൻ്റെ പാട്ടാണിത്. നല്ല പാട്ടാണല്ലേ? അപ്പോൾ നമുക്ക് കളിപ്പാട്ടും വിനോദപ്പാട്ടുകളും നോക്കാം. ഏതൊക്കെ നിങ്ങൾക്ക് കുട്ടിമക്കൾക്ക് അറിയാവുന്ന ഏതാ പാട്ടുള്ളത്? നമുക്കൊരു ഉദാഹരണത്തിനൊരു പാട്ട് നോക്കാം. രണ്ട് കുട്ടികൾ കൈ ഉയർത്തിപ്പിടിച്ച് കോർത്ത് പിടിച്ച് ഉയർത്തി നിൽക്കും. അതിൻ്റെ നടുവിലൂടെ ഒരു കുട്ടി ഓടും. അപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടും. നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് രണ്ട്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടി വരുമ്പോൾ കൂട്ടിപ്പിടുത്തം. ഇത് പണ്ട് കാലത്ത് കുട്ടികൾ കളിച്ചിരുന്ന കളിയാണിത്. അടുത്ത നമുക്ക് നോക്കാം, പരിചയപ്പെടാം. ഓടക്കുഴൽ. ഓടക്കുഴൽ എല്ലാവർക്കും അറിയാലോ. നമുക്കൊന്ന് നോക്കാം. എല്ലാ സംഗീത സമ്പ്രദായങ്ങളിലും ഉപയോഗിക്കുന്ന സുഷിരവാദ്യമാണ് ഓടക്കുഴൽ. സുഷിരങ്ങളിലൂടെ വായു കടത്തിവിടുമ്പോഴാണ് ഇതിൽ നാദമുണ്ടാകുന്നത്. ശാസ്ത്രീയ സംഗീതത്തിലും സിനിമ, ലളിത സംഗീതത്തിലും നാടോടി സംഗീതത്തിലും ഓടക്കുഴൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഓടക്കുഴലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം പാട്ടുപെട്ടിയിൽ ഒരു നാടൻ പാട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ആ നാടൻ പാട്ട് ഏതാണെന്ന്. അപ്പോൾ നമുക്ക് നാടൻ പാട്ട് നോക്കാം. അപ്പരുന്തിപ്പരുന്തേ പരുന്തേ മാനത്തെ ചെമ്പരുന്തേ, ആറ്റിൻ്റെ താപ്പട പോകും പരുന്തേ, റാഗി വരൂ പരുന്തേ, തെയ്യോം തകതാരോം തിത്തോം തിത്തക താരതിനിന്തിനിന്താരോം, രാരിക്കും രാരോ രേരിക്കൻ രേരോ, ആന കളി കണ്ടു നിൽക്കും പരുന്തേ മാനത്തെ ചെമ്പരുന്തേ, ആനയെ റാഞ്ചി പറക്കും പരുന്തേ, റാഗി വരൂ പരുന്തേ, തെയ്യോം തകതാരോം തിത്തോം തിത്തക താരതിനിന്തിനിന്താരോം, രാരിക്കും രാരോ രേരിക്കും രേരോ, കാളകളി കണ്ടു നിൽക്കും പരുന്തേ മാനത്തെ ചെമ്പരുന്തേ, കാളയെ റാഞ്ചി പറക്കും പരുന്തേ, റാഗി വരൂ പരുന്തേ, തെയ്യോം തകതാരോം തിത്തോം തിത്തക താരതിനിന്തിനിന്താരോം, രാരിക്കും രാരോ രേരിക്കും രേരോ. അതിൻ്റെ തുടർവരികളാണ് ഈ പാട്ടിൽ. ആനകളി, കാളകളി, അതിൻ്റെ ഒപ്പം തന്നെ മാനുകളി, മയിലുകളി, മീനുകളി തുടങ്ങിയ പക്ഷിമൃഗാദികളുടെ പേര് ചേർത്ത് ഈ നാടൻ പാട്ട് ആവർത്തിക്കാം. നമുക്ക് നോക്കാം. മാനുകളിയും മയിലുകളി, മീനുകളി തുടങ്ങിയ പക്ഷിമൃഗാദികളുടെ പേര് ചേർത്ത് ഇത് പാടിയാൽ എങ്ങനെയുണ്ടാകുമെന്ന്. മാനുകളി കണ്ടു നിൽക്കും പരുന്തേ മാനത്തെ ചെമ്പരുന്തേ, മാനിനെ റാഞ്ചി പറക്കും പരുന്തേ, റാഗി വരൂ പരുന്തേ, തെയ്യോം തകതാരോം തിത്തോം തിത്തക താരതിനിന്തിനിന്താരോം, രാരിക്കും രാരോ രേരിക്കും രേരോ, മയിലുകളി കണ്ടു നിൽക്കും പരുന്തേ മാനത്തെ ചെമ്പരുന്തേ, മയിലിനെ റാഞ്ചി പറക്കും പരുന്തേ, റാഗി വരൂ പരുന്തേ, തെയ്യോം തകതാരോം തിത്തോം തിത്തക താരതിനിന്തിനിന്താരോം,
രാരിക്കും രാരോ രേരിക്കും രേരോ. മീനുകളി കണ്ടു നിൽക്കും പരുന്തേ, മാനത്തെ ചെമ്പരുന്തേ. മീനിനെ റാഞ്ചി പറക്കും പരുന്തേ, റാഗി വരൂ പരുന്തേ. തെയ്യോന്തക താരോം തിത്തോം തിത്തക താര തീനിന്തിനിന്താരോം. രാരിക്കും രാരോ രേരിക്കും രേരോ. അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് PS ബാനർജിയെ കുറിച്ചിട്ടാണ്. ആരാണ് PS ബാനർജി? നോക്കാം നമുക്ക്. പ്രശസ്ത നാടൻപാട്ട് കലാകാരനും കാരിക്കേച്ചറിസ്റ്റുമാണ് PS ബാനർജി. പ്രശസ്ത കവിയും നാടൻപാട്ട് കലാകാരനുമായ സത്യൻ കോമല്ലൂർ രചിച്ച താരകം പെണ്ണാളെ, കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണെ തുടങ്ങി ജനപ്രീതി നേടിയ ഒട്ടേറെ നാടൻ പാട്ടുകൾ പാടിയ ബാനർജിക്ക് ലളിതകലാ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഈ പാഠഭാഗത്തിൻ്റെ ഇനിയുള്ള തുടർ പാഠഭാഗങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് ഇതിൻ്റെ തുടർ പാഠഭാഗത്ത് വീണ്ടും മറ്റൊരു പാഠഭാഗവുമായിട്ട് വരാം.